ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ പളനിക്ക് പോകാൻ ഇറങ്ങിയാണ് കേട്ടോ. നമ്മുടെ കിച്ചുണ്ട് തല മുട്ടയടിക്കാൻ. കിച്ചുണ്ട് ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ നേർന്ന നേർച്ചയാണ് കേട്ടോ കിച്ചുണ്ട് തല പളനി മുട്ടയടിക്കുക എന്നുള്ളത്. അപ്പം ഇപ്പോഴാണ് അതിനുള്ള സമയമൊക്കെ ആയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോയി. കിച്ചുവിൻ്റെ മുടിയൊക്കെയാണ് ഒരുപാട് വളർന്നുപോയി. അപ്പം ഇനിയും നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം പോയി അങ്ങ് മുട്ടയടിച്ചേക്കാൻ ഓർത്തു. ഇതാണ് കിച്ചുടൻ്റെ ലാസ്റ്റ് മുടിയുള്ള വീഡിയോ. ഇനി മൊട്ടത്തലേനായിട്ടേ വീഡിയോ കാണാൻ പറ്റൂ. ഈ പ്രാവശ്യം യാത്രയിൽ ഉണ്ണിയേട്ടൻ്റെ അച്ഛനും അമ്മയും ഞാനും കുഞ്ഞും ഉണ്ണിയേട്ടനും എൻ്റെ അമ്മയും ചേച്ചിയും പിള്ളേരും ചേട്ടായൊക്കെയാണുള്ളത് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ പ്രാവശ്യം പളനിക്ക് പോകുന്നത്. ഇറങ്ങാൻ ടൈമായപ്പോൾ അമ്മയും ചേച്ചിയും എന്തോ ഗേറ്റ് പൂട്ടുന്ന കാര്യത്തിൽ എന്തോ ചർച്ചയൊക്കെയാന്ന് തോന്നും. അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. വീട്ടിൽ നിന്ന് നേരെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തിരിച്ചത്. അല്ലെങ്കിൽ പിന്നെ ചുരമൊക്കെ ഇറങ്ങി തമിഴ്നാട് കയറി കഴിഞ്ഞാലേ നല്ല വല്ല ഹോട്ടലും കാണുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാൻ നിർത്തും. നമ്മൾ നേരെ തമിഴ്നാട് ബോർഡർ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാം. എന്ത് പറഞ്ഞാലും തമിഴ്നാട്ടിലെ കാഴ്ചകൾ ഒരു പ്രത്യേക വൈബ് തന്നെ. നമുക്ക് ഇവിടുന്ന് തമിഴ്നാട് അടുത്തായത് കൊണ്ട് തന്നെ മിക്കപ്പോഴും ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ആ പോക്കൊക്കെ മിസ്സായത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങച്ചന്മാരുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലും കൊടുക്കുമെന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ വരുമ്പോഴൊക്കെ പഴം മേടിച്ചുകൊണ്ട് കൊടുക്കും. ഹെയർ പിന്നൊക്കെ ഇറങ്ങി നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി കേട്ടോ. ഇനി ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളും അങ്ങനെ കാഴ്ചകളുടെ പൂരം തന്നെയാണ്. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും നിർത്തി കണ്ടു കേട്ട് പോകാന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഈ ഫുഡ് അടി എന്ന് പറയുന്നത് മെയിൻ ഐറ്റം ആണല്ലോ. അതില്ലാതെ എന്ത് യാത്രയല്ലേ. എനിക്ക് മെയിൻ ഫുഡ് അടി തന്നെയാണ്. അങ്ങനത്തെ കിച്ചുണ്ടിൻ്റെ വെല്ലിച്ചനും കൂടെ എന്തോ ഭയങ്കര ഡാൻസും പരിപാടിയൊക്കെയാണ്. അങ്ങനെ പിന്നെ കുറേ അങ്ങ് എത്തിയപ്പോൾ കിച്ചൂടിന് ഫുഡ് കൊടുക്കാൻ സമയമായി. അങ്ങനെ പിന്നെ ഞങ്ങളൊരു തെങ്ങിൻതോപ്പിൽ കയറി കിച്ചൂടിന് ഫുഡൊക്കെ കൊടുത്തു. അവിടെ നോക്കിയപ്പോൾ നല്ല കട്ടക്കളം എന്നൊക്കെ പറയാം നമ്മുടെ അവിടെ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് എന്ത് രസമല്ലേ ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഈ കട്ട ഉണ്ടാക്കുന്ന സ്ഥലത്തിൽ എന്തോ ചൂളാന്ന് അങ്ങനെ എന്തോ പറയല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഈ കട്ട ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലം കാണുമ്പോൾ മറ്റേ പഴയ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നം എന്ന സിനിമയായിട്ടോ ഓർമ്മ വരുന്നത്. കിച്ചുവിന് ഫുഡൊക്കെ കുഴിച്ച് കുറച്ച് മിച്ചം വന്നു കേട്ടോ. അത് ഞാനങ്ങ് കഴിച്ചു. വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. കുറേ ദൂരം വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പടിച്ചു. അപ്പം പിന്നെ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടുന്ന് കഴിക്കാമെന്ന് ഓർത്ത് അവിടെ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ മുഖത്തിനെക്കാട്ടിലും വലിയ പപ്പടവും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ തമിഴ്നാട്ടിലെ ഊണ്. എന്തോ വല്ലപ്പോഴും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നും. അതെ, കിച്ചൂടിൻ്റെ മുടിയൊക്കെ ഞാൻ കെട്ടിവെച്ചു കേട്ടോ. ഇപ്പോഴല്ലേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇനി മുട്ടയടിച്ച് കഴിഞ്ഞ് ഇതുപോലെ മുടി വളരണ്ടേ, ഇനിയൊന്ന് കെട്ടിവെക്കാം. അല്ലെങ്കിൽ തന്നെ ആള് കെട്ടിവെക്കാൻ സമ്മതിക്കുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ യാത്ര കൊടുക്കും നമ്മൾ പളനിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് പളനിയുടെ തൊട്ടപ്പുറത്ത് കാണുന്ന വേറൊരു ക്ഷേത്രമാണ്. പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി.
പിന്നെ ഇവനെ ഞാൻ നോക്കി പേടിപ്പിക്കൊന്നുമല്ല കേട്ടോ, ഞാനും അവനെ അങ്ങനെയാണ്, ഞങ്ങൾ ചങ്സാണ്. ഞാൻ നോക്കിയെന്ന് പറഞ്ഞ ആൾ പേടിക്കത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ റൂമിലെത്തി കേട്ടോ. റൂമൊന്നും കിട്ടാനില്ലായിരുന്നു, അതുപോലെ നല്ല തിരക്കുള്ള സമയമാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ നേരത്തെ വിളിച്ച് പണ്ട് വന്ന ഒരു ഇതിൽ വിളിച്ച് ബുക്ക് ചെയ്ത് അവർ റൂമൊക്കെ ഇതാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് റൂം കിട്ടി, അല്ലെങ്കിൽ പെട്ടേനെ. അങ്ങനെ കിച്ചൂടിൻ്റെ തല മുട്ടയടിക്കാനുള്ള സമയമായി വരുന്നു. നാളെ വെളുപ്പിനെയാണ് കേട്ടോ അടിക്കുന്നത്. കിച്ചൂടൻ ഭയങ്കര ടാറ്റ തരലും ഭയങ്കര, പിന്നെ യാത്ര ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടിക്ക്, അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ചു നേരം റൂമിൽ റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ പയ്യെ ഒരു സവാരിക്ക് ഇറങ്ങി. ഇവിടം വരെ വന്നിട്ട് ഇതിലേക്കൊന്നും നടക്കാതെ പോയ മോശമല്ലേ, അതുകൊണ്ടാണ് നമ്മൾ തലേന്ന് വരുകയും ചെയ്തത്. ഈ കടകളൊക്കെ കണ്ടിട്ട് ഇതിലേക്കൊന്ന് കയറാതെ എങ്ങനെയാ പോകുന്നത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണ്ടേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങിട്ടോ. കുഞ്ഞിപ്പനാണെങ്കിൽ ഞങ്ങളുടെ കൈ തൂങ്ങി കളിക്കുകയാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു 3 വർഷം മുന്നെയാണ് പോയത്. അപ്പം നമുക്ക് ഫോണൊക്കെ അമ്പലത്തിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു പളനിയിൽ. ഇപ്പം പക്ഷേ അത് ഫുള്ളായിട്ട് നിർത്തിയിരിക്കുകയാണ്. അമ്പലത്തിന് അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാനേ പറ്റില്ല. ഒന്നെങ്കിൽ റൂമിൽ വെച്ചിട്ട് പോകണം, അല്ലെങ്കിൽ അവിടെ ഏൽപ്പിക്കണം. 3 വർഷത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ വീണ്ടും പളനി പോകുന്നത്. ചേച്ചിയുടെ ഇളയ കുഞ്ഞിന് മുട്ടയടിക്കാൻ വേണ്ടിയാണ് ലാസ്റ്റായിട്ട് പോയത്, ഇപ്പം എൻ്റെ മോന്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നാളെ എല്ലാം തിരക്കിട്ട് ഇതാകുമ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കലൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ കുറേ നേരം അതിലേക്ക് നടന്നു കേട്ടോ. സന്ധ്യ കഴിയുമ്പോൾ വെട്ടമെല്ലാം ഇട്ട് കഴിയുമ്പം കാണാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല രസം അതിലേക്ക് നടക്കാനായിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് കടകളിലൊക്കെ കയറി പിള്ളേർക്ക് കുറേ കളിപ്പാട്ടവും അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും എല്ലാം വാങ്ങി. അതിനുശേഷം അവിടുന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി കേട്ടോ. എന്താ വെച്ചാൽ നാളെ വെളുപ്പിന് കൊച്ചിനെ കൊണ്ട് മുട്ടയടിക്കാൻ പോകണം. മോനും അടിക്കുന്നുണ്ട്, എൻ്റെ ചേട്ടായും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ റൂമിൽ പോയി നേരത്തെ കിടന്നുറങ്ങി. നേരത്തെ എല്ലാവരും ഉറങ്ങി, പക്ഷേ ഞാൻ ഉറങ്ങിയില്ല. കാരണം എൻ്റെ മോൻ ഉറക്കം തീരെ കുറവാണ്. അതുകൊണ്ട് ഉറങ്ങുന്ന കാര്യം ഇച്ചിരി പാടാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിക്കോളും, പക്ഷെ ഉറങ്ങി കിട്ടാൻ ഇച്ചിരി പാടാണ്. മുട്ടയടിക്കുന്നതിൻ്റെ തോന്നുന്നു ഭയങ്കര സന്തോഷത്തിലാണ് ആശ. അച്ഛൻ്റെയൊക്കെ റൂമിൽ പോയി അവർ ഉറക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ കട്ടിലേക്ക് ഇറക്കി കിടക്കാണ്. ഇപ്പം ആണെങ്കിൽ ഭയങ്കര കുസൃതിയാണ് കേട്ടോ. ഒരു വിധത്തിൽ കിച്ചുണ്ണെ എടുത്തുകൊണ്ടെങ്കിൽ ഞാൻ ഉറക്കി. അങ്ങനെ വെളുപ്പിനെ ആയി കേട്ടോ. ഞങ്ങൾ മുട്ടയടിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. ചേട്ടായി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡല്ല, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ മുട്ടയടിക്കാൻ പോകുന്നത്. ചേട്ടായും എൻ്റെ മോനുമാണ് മുട്ടയടിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് മുട്ടയടിക്കുന്ന സ്ഥലത്തോട്ട് പോയത്. ബാക്കിയെല്ലാവരും നല്ല ഉറക്കമായിരുന്നു. വെറുതെ എന്തിനാണ് എല്ലാവരും ഉറക്കം കളയുന്നത്, കാരണം 3:30 ആകുമ്പോൾ എണീറ്റ് പോകണം. അപ്പം അവർ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ എന്നോർത്ത് ഞങ്ങൾ പോയി. മുട്ടയടിക്കുന്നിടത്ത് എത്തിയപ്പോഴത്തേക്ക് കിച്ചൂടിൻ്റെ സ്വഭാവമൊക്കെ മാറി. കാരണം വന്ന സമയത്ത് ആളിച്ചിരി കൂളായിട്ടായിരുന്നു. ആ സമയം ആ മുട്ടയടിക്കുന്ന ചേട്ടൻ ഇങ്ങോട്ടോ എഴുന്നേറ്റ് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് പുള്ളി അവിടെ വന്നത്. അപ്പോഴത്തേക്ക് കിച്ചുവിൻ്റെ മൈൻഡൊക്കെ മാറി, ആകെപ്പാടെ വഴക്കും ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ മുട്ടയടിച്ചെടുത്തു. എൻ്റെ ദൈവമേ, എനിക്കാണെങ്കിൽ പേടിയായിരുന്നു ആ ഇത് കണ്ടിട്ട്. കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുത്താൽ സാധാരണ ഇരിക്കുന്നതാണ്, അങ്ങനെ ഫോണിൽ കാണിച്ചു കൊടുക്കാറില്ല. എന്നാലും അങ്ങനെ കാണിച്ചു കൊടുക്കാത്തതുകൊണ്ട് കാണുമ്പോഴത്തേക്ക് ആൾ ഇരിക്കുന്നതാണ്, പക്ഷെ ഒരു വിധത്തിൽ ഇരിക്കുന്നില്ല. പിന്നെ വെളുപ്പാങ്കാലമാണല്ലോ, കുഞ്ഞിനെയും പറയാൻ പറ്റൂല, പാവം. അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ മുട്ടയൊക്കെ അടിച്ചെടുത്ത് കേട്ടോ. ദൈവമേ, പിന്നെ ചേട്ടായും ആ കൂട്ടത്തിൽ മുട്ടയടിച്ചു. പിന്നെ ഇത് കാണുമ്പോൾ ചിലർ ചോദിക്കുക എന്തിനാ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ ചെയ്യുന്നതെന്ന്. ഞാൻ ഓൾറെഡി നേർന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ പിറന്ന മുടി നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റൂല, അതെന്തായാലും എടുത്ത് കളയണം. അതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം പിന്നെ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാവുമ്പം അത്രയും പുണ്യമല്ലേ എന്നോർത്താണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ അവരെ നമ്മൾ ബുദ്ധിമുട്ടി വീണാൻ ഓർത്തൊന്നും അല്ല. ഇതൊക്കെ ഓരോ റിലീജിയൻ്റെ ഓരോരോ ഇതാണ്. വിധത്തിൽ ബലത്തിലൊക്കെ പിടിച്ചിരുത്തി നമ്മൾ മുട്ടയടിച്ചെടുത്ത് കേട്ടോ ആശാനെ. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. കാരണം ഇത്രയും വഴക്കുണ്ടാക്കുമെന്ന് ഞങ്ങളങ്ങ് പ്രതീക്ഷിച്ചില്ല. പക്ഷെ നല്ല വഴക്കായിരുന്നു. ചേച്ചിയുടെ കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോയപ്പോൾ വഴക്കേ ഉണ്ടാക്കാതിരുന്നു കേട്ടോ, ആ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ അവള് ഇച്ചിരിയും കൂടെ കുഞ്ഞായിരുന്നു കേട്ടോ. മോൾക്ക് 8 മാസമായപ്പോഴാണ് ഞങ്ങൾ മുട്ടയടിക്കാൻ കൊണ്ടുപോയത്. പക്ഷേ കിച്ചൂടിനാണെങ്കിൽ 1.5 വയസ്സാകാറായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആവും കൂടെ ചെയ്തുകൊണ്ട് നല്ല കുസൃതിയുള്ളൊരു ടൈമും കൂടെ ആയതുകൊണ്ട് ഒട്ടും അടങ്ങിയിരുന്നില്ല. ചേട്ടായുടെ തലയൊക്കെ ഇതാന്ന് പറഞ്ഞ മുട്ട അടിച്ചെടുത്ത് കേട്ടോ. മുട്ട അടിച്ചപ്പോൾ ഉണ്ടായിരുന്ന വഴക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ആള് നല്ല കൂളായി. ഇനി കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് ചന്ദനം തേക്കണം, തലയ്ക്ക് അപ്പം നല്ലൊരു തണുപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ റൂമിലോട്ട് പോയി. ഇനി പോയിട്ട് വേണം എല്ലാവരും വിളിച്ചുണർത്തി കുളിക്കാനൊക്കെ പറയാനായിട്ട്. നേരത്തെ നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് വലിയ പാടില്ലാതെ കയറാൻ പഠിക്കും, ഇല്ലെങ്കിൽ നല്ല തിരക്കാവും. എന്നിട്ട് തന്നെ ഞങ്ങൾ കയറിയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ഒരു വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം റൂമിൽ ഫോൺ വെച്ചിട്ടാണ് പോകുന്നത്. അമ്പലത്തിന് അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെറുതെ പിന്നെ വേറെ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വന്ന് നമ്മളത് മേടിക്കാനായിട്ട് ക്യൂ നിൽക്കണം. ഒന്നാമത് ഭയങ്കര തിരക്കാണ്, അപ്പം അത്രയും ടൈം വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള
പരിപാടിയിലാണ്. അമ്പലത്തിലൊക്കെ പോയി തൊഴുതേ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് ദൂരം അങ്ങ് വന്നു കേട്ടോ. അപ്പം ഭയങ്കര ദാഹം. പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തൊരു കടയിൽ കയറിയതാണ്. അങ്ങനെ പോയ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടന്നു. കിച്ചുണ്ണ മുട്ടയടിയും ചേട്ടായി മുട്ടയടിച്ചു. എല്ലാം മംഗളമായിട്ട് കയറി അമ്പലത്തിൽ കയറി കുഞ്ഞിനെ നല്ലപോലെ ഭഗവാനെ കാണിക്കാൻ പറ്റി. എല്ലാം മംഗളമായിട്ട് നടന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ വീട്ടിലേക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. തുടർന്നും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. ടേക്ക് കെയർ. ബൈ ബൈ. സി യു.